നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയായി VD സതീശനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതിൽ മൗനം വെടിഞ്ഞ് മുതിർന്ന കോൺഗ്രസ് നേതാവും നിയുക്ത MLAയുമായ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശനെ നിശ്ചയിച്ച ഹൈക്കമാൻഡ് തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി ചെന്നിത്തല ഗുരുവായൂരിൽ പറഞ്ഞു. ഇന്നു പുലർച്ചെ ക്ഷേത്ര ദർശനത്തിന് ശേഷം മടങ്ങുമ്പോഴായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. VD സതീശന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. 10 വർഷക്കാലത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിൽ നിന്നും കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനുള്ളത്. ആ ഗവൺമെന്റിന് ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണയുണ്ടാകണമെന്നും ചെന്നിത്തല അഭ്യർത്ഥിച്ചു. മുഖ്യമന്ത്രിയായി നിയോഗിക്കപ്പെട്ട ശ്രീ VD സതീശന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും UDF പ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒപ്പം സതീശന് ആശംസകളും നേർന്നു. മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് മന്ത്രിസഭയിൽ ആരു വേണമെന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകണമെന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. 10 വർഷത്തെ ഇടതു ദുർഭരണത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനാണ് ജനവിധി എന്നും UDF പ്രവർത്തകർ സതീശനോടൊപ്പം ഉണ്ടാകുമെന്നും ചെന്നിത്തല പറഞ്ഞു. 10 വർഷക്കാലത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനുള്ളത്. ആ ഗവൺമെന്റിന് ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദർശനത്തിനു ശേഷം ട്രെയിൻ മാർഗം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങി. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ വ്യാഴാഴ്ച രാത്രി ഗുരുവായൂരിലെത്തിയ ചെന്നിത്തല ആദ്യം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ജനങ്ങളുടെ പ്രതീക്ഷ നിറവേറ്റിക്കൊണ്ട് ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെ പദ്ധതികൾ നടപ്പിലാക്കി UDF സർക്കാർ മുന്നോട്ടു പോകുമെന്ന് നിയുക്ത MLA K മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് മുരളീധരൻ ഗുരുവായൂരിലെത്തിയത്. രാവിലെ 6 മണിയോടെ ക്ഷേത്രത്തിലെത്തി സോപാനപ്പടിയിൽ കദളിക്കുലയും നെയ്യും സമർപ്പിച്ചു തൊഴുതു. കോഴിക്കോട് സ്വദേശിയായ പാർട്ടി പ്രവർത്തകന്റെ വക വഴിപാടായി അവിൽ കൊണ്ട് തുലാഭാരവും നടത്തി. തുടർന്ന് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലും ദർശനം നടത്തി. അനിഴം പുഷ്പാഞ്ജലി വഴിപാടാക്കി. കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ശിവൻ പാലിയത്തിന്റെ വക വഴിപാടായി 5 പറയും സമർപ്പിച്ചു. അച്ഛന്റെ പാത പിന്തുടർന്ന് മുരളീധരൻ മലയാള മാസം 1-ാം തീയതികളിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്താറുണ്ട്. ജനങ്ങളുടെ പ്രതീക്ഷ നിറവേറ്റിക്കൊണ്ട് ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെ നടപ്പാക്കിക്കൊണ്ട് ആ സർക്കാർ മുന്നോട്ട് പോകും. സംസാരിക്കാൻ അനുമതി നൽകിയില്ലെന്നാരോപിച്ച് കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ BJP കൗൺസിലർമാരുടെ പ്രതിഷേധം. വെള്ളിയാഴ്ച ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിലാണ് BJP അംഗങ്ങൾ യോഗ നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രതിഷേധിച്ചത്. ഇതേ തുടർന്ന് അജണ്ട ചർച്ച ചെയ്യാതെ യോഗം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധനവ്. തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന് 110 രൂപ 64 പൈസയാണ് വില. ഡീസലിന് 99.41 രൂപയും പവർ പെട്രോളിന് 120.72 രൂപയുമാണ് നിലവിലെ വില. മെയ് 15-ന് വില വർദ്ധിക്കുമെന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നു. 5 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നായിരുന്നു എണ്ണ കമ്പനികളുടെ ആവശ്യം. എന്നാൽ 3 രൂപ വർദ്ധിപ്പിക്കാനാണ് കേന്ദ്രം അനുമതി നൽകിയത്. CNG വില കിലോയ്ക്ക് 2 രൂപയും വർദ്ധിപ്പിച്ചു. രാജ്യത്തെ എണ്ണ കമ്പനികൾക്ക് പ്രതിമാസം ഏകദേശം 30,000 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം നേരിടുന്നതിനാൽ മെയ് 15-ന് മുമ്പ് ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ട് വന്നിരുന്നു. ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിലയിലും വർധന ഉണ്ടായേക്കാം. 4 വർഷത്തിനിടെ ആദ്യമായാണ് പെട്രോൾ ഡീസൽ വിലയിൽ വർധന ഉണ്ടാകുന്നത്. 2022 മുതൽ ചില്ലറ വിൽപ്പന നിരക്കുകൾ വലിയ തോതിൽ മരവിപ്പിച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിനിടെ ക്രൂഡ് ഓയിൽ വില ബാരലിന് $70 നിന്നും $126 ഉയർന്നതിനെ തുടർന്നാണ് പ്രതിസന്ധി രൂക്ഷമായത്. ടാൻസാനിയയിലുണ്ടായ വാഹനാപകടത്തിൽ പോർക്കുളം സ്വദേശിയായ യുവാവ് മരിച്ചു. പോർക്കുളം വില്ലേജിന് സമീപം കോതോട്ട് വീട്ടിൽ പരേതനായ ജയരാജിന്റെ മകൻ കണ്ണൻ എന്ന തേജസ് ആണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. മെയ് 8-നായിരുന്നു അപകടം. തേജസ് സഞ്ചരിച്ചിരുന്ന ബസ് ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു.
അപകടത്തിൽ മറ്റു രാജ്യക്കാരായ 4 പേരും മരിച്ചിരുന്നു. തേജസിന്റെ മൃതദേഹം വെള്ളിയാഴ്ച രാവിലെ വീട്ടിലെത്തിച്ച് സംസ്കാരം പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ നടത്തി. ഷീബയാണ് അമ്മ, ശ്രീലക്ഷ്മി സഹോദരിയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്ക് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും ജനപ്രതിനിധികൾ, ആശാവർക്കർമാർ, അങ്കണവാടി ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ അണിനിരന്ന റാലിയോടുകൂടിയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കമനീയം കണ്ടാണശ്ശേരി എന്ന പേരിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷനായി. പഞ്ചായത്ത് സെക്രട്ടറി KK രാധാകൃഷ്ണൻ ശുചീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. വൈസ് പ്രസിഡന്റ് CK സുദീപ, സ്ഥിരം സമിതി അധ്യക്ഷരായ VV തിലകൻ, VK ദാസൻ, നിവ്യ റനീഷ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശിവൻ വാഗ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമിത സജീവൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി CO ആൻഡോ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മറ്റം സെന്ററിൽ ജനപ്രതിനിധികൾ, ആശാവർക്കർമാർ, അങ്കണവാടി ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലെ 17 വാർഡുകളിലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് പുന്നയൂർകുളത്ത് UDF ആഹ്ലാദ പ്രകടനം നടത്തി. പുന്നയൂർകുളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന പരിപാടിയിൽ UDF ചെയർമാൻ PP ബാബു, മുതിർന്ന നേതാവ് P ഗോപാലൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ എന്നിവർക്ക് മധുരം നൽകി. തുടർന്ന് പ്രവർത്തകർ പ്രകടനം നടത്തി. പാർട്ടി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം ആൽത്തറ ചുറ്റി കുന്നത്തൂരിൽ സമാപിച്ചു. നേതാക്കളായ PP ബാബു, TK ഹസൻ, മൂസ അലത്തയിൽ, P രാജൻ, അബൂബക്കർ കുന്നക്കാടൻ, KP ധർമ്മൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ മണ്ഡലം ബ്ലോക്ക് നേതാക്കൾ, മഹിളാ നേതാക്കൾ എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് എംപവർ ഗ്രൂപ്പിന്റെ വനിതാ സംരംഭകരുടെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന മഹാസംഗമത്തിന് തുടക്കമായി. തിരുവത്ര TM മഹൽ ഹാളിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. എംപവർ കോർഡിനേറ്റർ സീമ അബ്ദുനാസ് അധ്യക്ഷത വഹിച്ചു. നിയുക്ത MLA NK അക്ബർ മുഖ്യാതിഥിയായി. ചടങ്ങിൽ പുതുതായി പുറത്തിറക്കുന്ന സായ ഹെർബൽ സോപ്പ് ഓയിൽ ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിംഗ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ്, KVVES ഗുരുവായൂർ നിയോജക മണ്ഡലം ചെയർപേഴ്സൺ രാജശ്രീ, ജില്ലാ കൗൺസിൽ അംഗം ജോജി തോമസ്, എംപവർ കോർഡിനേറ്റർ സജിത ഷിനോജ് എന്നിവർ സംസാരിച്ചു. കോർഡിനേറ്റർമാരായ ഫൗസിയ നജീബ് സ്വാഗതവും KP ജാസ്മിൻ നന്ദിയും പറഞ്ഞു. രാവിലെ 10 മുതൽ രാത്രി 8 വരെയാണ് എക്സ്പോ സംഘടിപ്പിച്ചിട്ടുള്ളത്. സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ്, സൗജന്യ ശിശുരോഗ നിർണയ ക്യാമ്പ്, സൗജന്യ പ്രമേഹ നിർണയ ക്യാമ്പ്, ആയുർവേദ ക്യാമ്പ്, ഫുഡ് കോർട്ട്, ഡ്രസ് മെറ്റീരിയൽസ്, മെഹന്തി, ഹെർബൽ ആൻഡ് ക്ലീനിംഗ് പ്രൊഡക്ട്സ്, കാർഷിക ഉൽപ്പന്നങ്ങൾ, അലങ്കാരച്ചെടികൾ തുടങ്ങിയ 100-ലധികം സ്റ്റാളുകളാണ് എക്സ്പോയിൽ ഒരുക്കിയിട്ടുള്ളത്. കുട്ടികൾക്ക് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ പ്രത്യേക വേദിയുമുണ്ട്. സ്കൂൾ കിറ്റുകൾ, സ്റ്റേഷനറി കിറ്റുകൾ, ക്ലീനിംഗ് കിറ്റുകൾ, അടുക്കളത്തോട്ടം കിറ്റുകൾ എന്നിവയും വിപണിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഓരോ മണിക്കൂറിലും നടക്കുന്ന നറുക്കെടുപ്പിലൂടെ സന്ദർശകർക്ക് ആകർഷകമായ സമ്മാനങ്ങളും വിതരണം ചെയ്യും. നോയിഡയിലെ തൊഴിലാളി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CITU ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദസ്സും കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡ് കത്തിച്ച് പ്രതിഷേധവും നടത്തി. ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ CITU സംസ്ഥാന കമ്മിറ്റി അംഗവും നിയുക്ത MLAയുമായ NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. KC സുനിൽ അധ്യക്ഷത വഹിച്ചു. CITU ചാവക്കാട് ഏരിയ പ്രസിഡന്റ് KM അലി മുഖ്യപ്രഭാഷണം നടത്തി. CPM ചാവക്കാട് ലോക്കൽ സെക്രട്ടറി PS അശോകൻ സംസാരിച്ചു. KR ആനന്ദൻ സ്വാഗതവും പ്രിയ മനോഹരൻ നന്ദിയും പറഞ്ഞു. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞവും പ്രതിഷ്ഠാദിന ഉത്സവവും തുടങ്ങി. മെയ് 21-നാണ് പ്രതിഷ്ഠാദിനം. തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്ര ചടങ്ങുകൾ നടക്കുന്നത്. ഗുരുവായൂർ മണികണ്ഠവാര്യരാണ് യജ്ഞാചാര്യൻ. യജ്ഞദിവസങ്ങളിൽ രാവിലെ 5:30 വിശേഷാൽ പൂജകളോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ലളിതാ സഹസ്രനാമജപം, ഗ്രന്ഥപൂജയ്ക്ക് ശേഷം പാരായണം ആരംഭിച്ചു. 2ാം ദിവസമായ വ്യാഴാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം മാതൃപൂജയും ശനീശ്വര പൂജയും ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് ഉണ്ണിയൂട്ടും നടത്തി. മെയ് 16 ശനിയാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം വിദ്യാഗോപാല മന്ത്രാർച്ചനയും ഉണ്ടാകും. ഞായറാഴ്ച സർവൈശ്വര്യ പൂജയും തിങ്കളാഴ്ച പാർവതി പരിണയവും നടക്കും.
ചൊവ്വാഴ്ച രാവിലെ ഗോപൂജയും വൈകിട്ട് സൗന്ദര്യലഹരി കുങ്കുമാർച്ചനയും നടക്കും. പ്രതിഷ്ഠാദിനമായ വ്യാഴാഴ്ച ബ്രഹ്മകലശാഭിഷേകം, മഹാ ആരതി, ആചാര്യദക്ഷിണ, യജ്ഞപ്രസാദ വിതരണം എന്നിവയും ഉണ്ടായിരിക്കും. സമാപന ദിവസം രാവിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകളും നടക്കും. 25 കലശങ്ങളോടുകൂടിയ ഉച്ചപൂജയും ചുറ്റുവിളക്ക്, തായമ്പക എന്നിവയും ഉണ്ടായിരിക്കും. പ്രതിഷ്ഠാദിന ദിവസം ഉച്ചയ്ക്ക് എല്ലാവർക്കും അന്നദാനവും ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. കാട്ടക്കമ്പൽ ഗ്രാമപഞ്ചായത്തിനെ തിമിര വിമുക്ത പഞ്ചായത്താക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ മുഴുവൻ വാർഡുകളിലും സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കാഴ്ച 2026 എന്ന പേരിൽ കുന്നംകുളം സൈമൺസ് കണ്ണാശുപത്രിയുമായി സഹകരിച്ച് നടത്തുന്ന സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മെയ് 17 രാവിലെ 9 മണിക്ക് പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ നിർവഹിക്കും. തുടർന്ന് അടുത്ത ദിവസം മുതൽ എല്ലാ വാർഡുകളിലും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ക്യാമ്പ് സംഘടിപ്പിക്കും. പദ്ധതിയുടെ ഭാഗമായി ക്യാമ്പിൽ പങ്കെടുക്കേണ്ടവർ അതാത് വാർഡ് മെമ്പർമാരെ ബന്ധപ്പെടണമെന്നും വൈസ് പ്രസിഡന്റ് മിനി ടീച്ചർ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ എം റസാഖ്, MP രാജൻ, ശൈലജ അരുൺദാസ് എന്നിവർ അറിയിച്ചു. ചേലക്കര ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചു. ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലാണ് അധ്യാപകരെ നിയമിക്കുന്നത്. 19 തീയതി രാവിലെ 10 മണിക്ക് ഇക്കണോമിക്സ്, ഉച്ചയ്ക്ക് 1:30 പൊളിറ്റിക്കൽ സയൻസ്, 20 രാവിലെ 10 മണിക്ക് ഹിസ്റ്ററി, 21 രാവിലെ 10 മണിക്ക് ഇംഗ്ലീഷ് എന്നിങ്ങനെയാണ് അഭിമുഖം നടക്കുക. ഉദ്യോഗാർത്ഥികൾ അസൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 91 88 90 01 84 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,675 രൂപ, പവന് 1,17,400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 290 രൂപ. ചർമ്മം പഴഞ്ഞി ചെറുതുരുത്തി തോട്ടുപുറത്ത് ബാലൻ ഭാര്യ ജാനകി നിര്യാതയായി 75 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് തിരുവില്ലോമല ഐവർ മഠം ശ്മശാനത്തിൽ നടക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.